അങ്ങനെ അതിനുശേഷം ജിങ്ഷോന്റെ ഫ്രണ്ട്സായിട്ടൊക്കെ പുറത്ത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഹുവാൻ അവളുടെ റൂംമേറ്റും കൂടെ ഇവനെ കണ്ടിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് ബാക്കിയുള്ള എല്ലാ പെമ്പിള്ളാരും ഈ ജിങ്ഷിയെ കാണാൻ കിടിലാന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇപ്പൊ അവനെ വായി നോക്കാൻ തുടങ്ങും. അങ്ങനെ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഹുവാനാണ് അവള് കുറച്ച് ജലസായി നിൽക്കും. അതിനുശേഷം അവനാണ് പെട്ടെന്ന് ഹുവാനെ കണ്ട ഉടനെ അവനോടി അടുത്തേക്ക് അങ്ങ് വരും. എന്നിട്ട് അവന് മെസ്സേജിന് എന്തിനാ റിപ്ലൈ ഇടാത്തെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ അവള് ഞാൻ കണ്ടില്ലെന്ന് ചുമ്മാ കള്ളം പറയും. അപ്പോഴാണ് ഇത് കേട്ടിട്ട് അവനും ഞാൻ വിചാരിച്ച സോങ് പറഞ്ഞ പോലെ നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കുന്നു. കുഴപ്പമില്ല, നമ്മ രണ്ടൊരു ക്ലോസ് അല്ലേ, നീ എന്തിനാ എന്നോട് ഇത്രയൊക്കെ ദേഷ്യപ്പെടുന്നത്? ഏതിന് ഇവനും പറയുമ്പം അവളാണ് ദേഷ്യത്തി എന്റെ അമ്മ നിനക്ക് വേണ്ടി മരുന്ന് അയച്ചെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന ഷവ്യാണ് ഇവളാണോടെ നിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പം ജിങ്ഷിന് മേലെ ഇതുപോലെയൊക്കെ സംസാരിക്കുവാണ് അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അന്നത്തെ ദിവസത്തോടെ തന്നെ ഇവിടെ ജിങ്ഷി കോളേജ് മൊത്തത്തിൽ വൈറലായി. അങ്ങനെ ഹുവാന്റെ സീനിയർ ടിങ്ഷിയെക്കാളും ഇവൻ കുറച്ച് കാണാൻ കൊള്ളാന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൂടെ കമന്റ് ഇട്ടോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ ഫ്രണ്ട്സ് ആണ് എങ്കിൽ പിന്നെ ഇത്രയും ദിവസത്തിൽ അവനോട് ഒരു ദിവസം പോലും ഇവൾക്ക് ഇഷ്ടം തോന്നിയില്ലേം ചോദിക്കും. അപ്പോഴാണ് ഈ ചോദ്യം കേട്ട് അവളാണ് പേടിച്ചിട്ട് ഞാനിതിനെ എങ്ങനെ ഇഷ്ടപ്പെടുന്നത്, ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകത്തേ ഉള്ളൂ എന്നതിന് ഇവളും പറയുമ്പോഴാണ് ഇവളുടെ റൂംമേറ്റും ഫീലിങ്സിനെ മറച്ചു വെച്ച് ചുമ്മാ ഇങ്ങനെ ഷോ കാണിക്കേണ്ടെന്ന് പറഞ്ഞ് അവരൊക്കെ ഡാമേജ് ചെയ്തങ്ങിടും. അതിനുശേഷം അവളുടെ റൂംമേറ്റിന്റെ സീനിയേഴ്സ് ഒക്കെ നാളെ ഒരു പാർട്ടി വയ്ക്കാന്ന് പറയുമ്പോൾ ഹുവാനും കൂടെ അത് പങ്കെടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഹുവാനും ഇവള് വന്ന സീനിലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എന്തായാലും ജൂനിയേഴ്സ് എല്ലാം വരുന്നുണ്ട്, ഇവള് വരുന്നുണ്ട്, കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ആ പ്ലാനൊക്കെ ഇട്ടിട്ട് ഇവർ ചെന്ന് കടന്നുറങ്ങുമ്പോഴാണ് ഇവിടെ ഹുവാനാണ് ജിങ്ഷോട് ഇപ്പോഴും ദേഷ്യത്തിലുള്ള. അങ്ങനെ അതുകൊണ്ട് അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുറെ ലേറ്റ് ആയിട്ടായിരിക്കും ഇവളുടെ മറ്റേ റൂംമേറ്റ് അവിടേക്ക് വരുന്നത്. അങ്ങനെ അതുകൊണ്ട് ഹുവാനാണ് അവൾക്ക് ഹായ് പറഞ്ഞിട്ട് ഇവളുടെ പേര് പറയുമ്പോൾ അവളുടെ റൂംമേറ്റും എന്തായാലും താമസിച്ച് ഇപ്പൊ നീ കടന്നോന്ന് പറഞ്ഞിട്ട് നമുക്ക് നാളെ പരിചയപ്പെടാൻ പറയും. അങ്ങനെ അതിനുശേഷം അവള് വന്നപ്പോ തന്നെ ആ AC ഒക്കെ ഓഫ് ചെയ്തിട്ട് അവള് കടന്നുറങ്ങും. അതിനുശേഷം ഇവരൊക്കെ ഇവിടെ വിയർത്തൊഴിച്ചിട്ട് ഈ AC ആരും ഓഫ് ചെയ്തെന്ന് പറഞ്ഞ് അവളുടെ റൂംമേറ്റ് മറ്റൊരുത്തിയും വന്ന് ആ AC അങ്ങ് ഓണാക്കിട്ട് പോകും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം മറ്റേ സീനിയേഴ്സ് വയ്ക്കാൻ പോകുന്ന പാർട്ടിക്ക് ഷൗ ഇവമാരെയൊക്കെ വിളിക്കുമ്പോഴാണ് ജിങ്ഷിയാണ് അവൻ വരുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവന്മാരും നിന്നെയാളെ പ്രധാനമായിട്ട് ഒരു സീനിയർ പെങ്കോച്ച് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവനെ തീർച്ചയായിട്ടും വരാൻ പറയുമ്പം ജിങ്ഷി ഇവന്മാർ എത്ര ഫോഴ്സ് ചെയ്തിട്ടും അവന് വരാൻ താല്പര്യമില്ലെന്ന് പറയും. അതിനുശേഷം അവന്മാർക്ക് അവിടെ നോക്കുമ്പോഴാണ് ഇവന് ഫോൺ എടുത്തിട്ട് ഇന്നലെ അയച്ച മെസ്സേജിന് ഹുവാൻ ഇത് റിപ്ലൈ ഇട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കുറിച്ചായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഇവിടെ ഹുവാൻ അവളുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ മറ്റേ പാർട്ടിയിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഡൂവേ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചായിരിക്കും ജിങ്ഷിയെ പ്രധാനമായിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞ്. അങ്ങനെ അവൾ ഈ കോളേജിന്റെ ലീഡർ എന്ന് വേണം പറയാം. അങ്ങനെ അതുകൊണ്ട് അവള് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഇവരൊക്കെ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഹുവാന്റെ മറ്റേ സീനിയർ ടിങ്ഷി അവിടേക്ക് വരും. അങ്ങനെ അവനാണ് ഇവളെ കണ്ട് സന്തോഷത്തി നീ ഇവിടെ വന്ന ഹുവാന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കും. ഇതേ സമയം മറ്റേ സീനിയർ ഡൂവയും ജിങ്ഷി എന്താ വരാത്തെന്ന് പറഞ്ഞ് ഷവിനോട് ചോദിക്കുമ്പോൾ അവന് ഞാൻ കുറെ വിളിച്ചു നോക്കി, വേണം ഒന്നും കൂടെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അവന് മെസ്സേജ് ചോദിച്ചു നോക്കും. അപ്പോഴാണ് ജിങ്ഷിയും ഞാൻ വരുന്നില്ലടാന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചങ്ങ് റിപ്ലൈ ഇടും. അങ്ങനെ അതുകൊണ്ട് ഇവനും എങ്ങനെയൊക്കെ സീനിയറിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് നൈസിന് ഹുവാന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഇവൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ജിങ്ഷിയെ വിളിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അതേസമയം ഇവിടെ ഹുവാന്റെ അമ്മ അവളെ കുറെ സമയം വിളിച്ചു നോക്കും, പക്ഷെ അവളാണ് ഫോൺ എടുക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് ആ ടെൻഷന് ജിങ്ഷി വിളിച്ച് ഈ കാര്യം പറയുമ്പോഴാണ് അവന് ഞാൻ അയച്ച മെസ്സേജിന് അവൾ റിപ്ലൈ ഇട്ടില്ല, ഇപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പൊ തന്നെ അവളെ കണ്ടെത്താന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളുടെ അമ്മയെ സമാനത്തി എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അവളെ ചെന്ന് കാണുന്ന പറഞ്ഞ് അവര് ഫോൺ കിട്ടിയും. അപ്പോഴാണ് അതേസമയം ഇവിടെ ഹുവാനും ആ പാർട്ടി ഇരിക്കുന്ന ഫോട്ടോ ഇവൻ കാണാൻ വരുന്നത്. അതുകൊണ്ട് അവൻ അപ്പൊ തന്നെ അവിടേക്ക് ഓടിച്ചില്ലും. അതിനുശേഷം ഇവള് ഇവിടെ കുറെ ബിയറൊക്കെ അടിച്ച് ബോധമില്ലാതിരിക്കുമ്പോഴാണ് മറ്റേ സീനിയർ പയ്യനായിരിക്കും ഇവളെ വിളിച്ചുണർത്താൻ വേണ്ടി നോക്കുന്നത്. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ജിങ്ഷിയാണ് ഇവളെ ആരെങ്കിലും ബോധമില്ലാതാക്കിയെന്ന് അറിഞ്ഞിട്ട് അവന് ദേഷ്യത്തി നീ എന്തോടെ നിന്റെ അമ്മ വിളിച്ച ഫോൺ എടുക്കാത്തെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയും. ഇത് കേട്ട് അവളും എന്റെ ഫോൺ ഞാൻ മറന്നുപോയി, ബാറ്ററി ഇല്ല, സ്വിച്ച് ഓഫ് ആയി പോകാൻ തോന്നുന്നു. ഏതിന് അവളും പറയുമ്പോൾ ഇവൻ അടുത്തേക്ക് വന്നിട്ട് എങ്കിൽ പിന്നെ വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് അവളെ വിളിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവളുടെ ഫ്രണ്ട്സും കൂട്ടിന് ചെന്ന് ഇവരവളെ ഹോസ്റ്റലിലാക്കാന്ന് പറയുമ്പോഴാണ് അതേസമയം ഇവളുടെ ഒരു കൂട്ടായിരിക്കും അർജന്റായിട്ട് ബാത്റൂം വരുവാന്ന് പറഞ്ഞിട്ട് മറ്റവളെ അങ്ങ് വിളിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ജിങ്ഷി എങ്കിൽ പിന്നെ ഹുവാനാവെന്ന് ഹോസ്റ്റലിലായിക്കോളാം പറയും. പക്ഷെ ഇവർ രണ്ടുപേർക്കും ഇവന്റെ അടുത്ത് ഒറ്റയ്ക്കേക്കാൻ കുറച്ച് പേടിയാ. അതേസമയം ഹുവാന്റെ അമ്മ അവന് ഫോൺ വിളിച്ച് ഞാനിപ്പോ ഹുവാന്റെ അടുത്തുള്ള ആന്റി എന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളുമാർ രണ്ടുപേരും കൂടെ എങ്കിൽ പിന്നെ ഇവർ തമ്മിൽ മുമ്പേ നല്ല പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഹുവാൻ ഇവന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവനും ഇവൾക്കിപ്പോ ബോധം വന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോയാലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവനെ മാറി നിൽക്കാൻ വേണ്ടി പറയും. പക്ഷെ അവളെ കൊണ്ടാണ് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവനും പുറ ഇരുത്തി വെച്ച് നീ വൊമിറ്റ് ചെയ്യാതെ എന്റെ കൂടെ തന്നെ വാന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഇവളും പെട്ടെന്ന് അവൻ ഒറ്റൊരു പഞ്ചം വെച്ചു കൊടുക്കും. അതുകൊണ്ട് അവനാണ് ദേഷ്യത്തി എഴുതി നിനക്കിപ്പോ എന്തുവാടി വേണ്ട, ഇനി മേലെ നീ ഇങ്ങനെ അറിയാത്ത ആൾക്കാരായിട്ടൊന്നും ബിയർ അടിക്കാൻ
നിൽക്കല്, നിനക്കെന്തോ വട്ടാണോ? എന്നിന് ഇവനും ചോദിക്കുമ്പം അവള് നീ ഈ കോളേജ് വരുന്ന കാര്യം അറിയാത്തോണ്ട് ഞാനൊരു വട്ടാന്ന് പറഞ്ഞിട്ട് അവനോട് ദേഷ്യത്തിൽ പറയും. അപ്പോഴാണ് അവനും ഞാൻ ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയില്ല ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവനും പറയുമ്പം അവളും തമാശയാണെങ്കിൽ അത് രണ്ടുപേർക്കും അതേ രീതിയിൽ ഫീൽ ചെയ്യണമെന്ന് പറയും. പക്ഷെ അവൾക്ക് ഇത് അങ്ങനെ ഫീൽ ചെയ്തില്ല. അങ്ങനെ അതുകൊണ്ട് അവനും എങ്കിൽ പിന്നെ ഞാൻ ചെയ്തിട്ട് സോറി എന്ന് പറഞ്ഞ് ഇവളോട് മാപ്പ് ചോദിച്ചിട്ട് ഇനി ഇതേപോലെ പുറത്തുനിന്ന് കുടിക്കലെന്ന് പറയും. അപ്പോഴാണ് അവളും എന്നെ ഓർത്ത് നീ എന്തിനാ ഫീൽ ചെയ്യുന്നത്, ഞാനിപ്പോ കോളേജിലായി. ഏതിന് അവളും കുറച്ച് ഷോയൊക്കെ ഇറക്കുമ്പോൾ ഇവൻ ആന്റി വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നോർത്ത് ഞാൻ വിഷമിച്ച് ഇത്രയും ദൂരം വരത്തില്ലെന്ന് അവനും പെട്ടെന്ന് ദേഷ്യത്തിൽ അങ്ങ് പറയും. അപ്പോഴാണ് അവളും കുറച്ച് ജാടയൊക്കെ ഇട്ട് എങ്കിൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്കോ എനിക്കറിയാം, നീ എന്റെ അമ്മ പറഞ്ഞിട്ടല്ല വന്നത്, എങ്കിൽ പിന്നെ നീ ഇവിടെ നിന്ന് പോയിക്കോ, ഇനി തൊട്ട് നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല, നീ ആ വഴി പോവും ഞാൻ ഈ വഴി പോവും. ഏതിന് അവളും ഒറ്റയ്ക്ക് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ജിങ്സിയാണ് നിന്നെ കൊണ്ടൊന്ന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളെ പൊക്കെ എടുത്തോണ്ട് അങ്ങ് പോകും. അതിനുശേഷം ഇവിടെ സോങ്ങും അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഇവന്റെ ക്ലാസ്സിൽ പഠിച്ച ഡൂമാനും ഇവന്റെ കൂടെ ആയിരിക്കും പഠിക്കുന്നത്. അതേസമയം ഇവിടെ ഹുവാനെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരികളാണ് ഇന്നലെ നീ ബോധമില്ലാതെ എന്തൊക്കെയാടി കാണിച്ചു വിട്ടേന്ന് പറഞ്ഞിട്ട് അവളതൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കും. കാരണം ബോധമില്ലാതെ ഇവള് ബെഡ് മാറിയാണ് കടന്നേക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ഹുവാൻ കുറച്ച് സോറിയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പറയും ഇന്നലെ ജിങ്ഷിയ ഇവളെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടാക്കിയെന്ന്. അങ്ങനെ അതുകൊണ്ട് അവളാണ് ദേഷ്യത്തി എങ്കിൽ പിന്നെ ഞാൻ ബോധമില്ലാതെ എല്ലാം ചെയ്തായിരുന്നു എന്നതിന് ഇവരോട് ചോദിച്ചു നോക്കുമ്പോൾ അത് അവനോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം ഇവള് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഇവളുടെ സീനിയർ ടിങ്ഷി ഇവളോടുള്ള സ്നേഹം കാരണം അവൾ സേഫ് ആയിട്ട് ഇന്ന് എത്തിയെന്ന് പറഞ്ഞിട്ട് കുറെ മെസ്സേജ് ചോദിച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് അവളും ഞാൻ എത്തിയെന്ന് പറഞ്ഞിട്ട് അവന് റിപ്ലൈ ഇടുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് കുറെ മിസ് കോൾ ചെയ്തേക്കുന്ന ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് അവളും എന്റെ കഥ ഇതോടെ തീർന്നെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഷോക്ക് അടിച്ചിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവളും ആദ്യ ദിവസം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ റൂംമേറ്റ്സ് ആണ് ഇന്ന് ക്ലാസ്സിൽ വന്നു കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് സാർ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഇവൾ അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടി അവിടുന്ന് അറ്റൻഡൻസ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന സാറാണ് 3 പേർക്ക് വേണ്ടി നീയാണ് അറ്റൻഡൻസ് പറയുന്നതെന്ന് പറഞ്ഞ് സാർ അവളെ പൊക്കുമ്പം ഇതൊക്കെ കണ്ട് ജിങ്ഷി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ആദ്യ ദിവസം തന്നെ ഇവളെ സാർ മാർക്ക് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് ജിങ്ഷി ഇവളെ കളിയാക്കിക്കൊണ്ട് നീ ഇപ്പൊ ബ്ലാക്ക് ലിസ്റ്റിലായി മോളെ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് മെസ്സേജ് ഇട്ട് കൊടുക്കും. അപ്പോഴാണ് അവളും അതിനിപ്പോ നിനക്കെന്തോടെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഇവെല്ലാം പോകുമ്പോഴാണ് അതേസമയം ഹുവാൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്നലെ നീയാണ് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നെ നിനക്കൊന്നും ഓർമ്മയില്ല, എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഇന്നലെ നീ എന്നെ ഫേസ് നോക്കി ഒറ്റ അടി വെച്ചും കൊടുത്ത്, അതിനുവേണ്ടി നീ എനിക്ക് പൈസയൊക്കെ തരണം, എന്നാലേ ഈ വേദനയൊക്കെ മാറത്തുള്ളൂ. ഏതിന് ഇവനും പറയുമ്പം ഇത് കേട്ടവളും ഞാൻ നിന്നെ സഹായിക്കാൻ പറഞ്ഞില്ലല്ലോ, എന്റെ കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നില്ല, നീയല്ലേ ഫോഴ്സ് ചെയ്ത് വിളിച്ചോണ്ടോ. ഏതിന് ഇവളും പറയുമ്പോഴാണ് അവനും ഇത് തന്നെ ഇന്നലെ പറഞ്ഞ, ഇനി തൊട്ട് നമ്മ രണ്ടുപേരും വേറെ വഴി കൂടെ പോകുന്നു. സതി നിനക്ക് ഒട്ടും മനസ്സാക്ഷിയില്ല ഹുവാനെ, നീ ഇന്നലെ അത്രമാത്രക്ക് എന്നെ വേദനിപ്പിച്ച്, ഇപ്പോഴും നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ. ഏതിന് ഇവനും ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ കൂട്ടുകാരെ ഷവയും ഞാൻ ജിങ്ഷിയുടെ റൂംമേറ്റാന്ന് പറഞ്ഞിട്ട് അവൻ പരിചയപ്പെടുത്തും. അതിനെ ഷവന് ഫോൺ നമ്പർ വാങ്ങിക്കാൻ നോക്കുമ്പോൾ ജിങ്ഷി അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൂടെ ഞാനാ ക്ലോസ് അല്ല നീ ക്ലോസ് ആകണമെന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞേക്കും. അതിനുശേഷം ജിങ്ഷിയും ഹുവാനെ ക്ലബ്ബിൽ ചേർക്കാൻ വേണ്ടി അവന് കൂട്ടിന് ചെല്ലും. അപ്പോഴാണ് അതേസമയം മറ്റേ സീനിയർ ഡൂവെ അവിടേക്ക് വന്നിട്ട് ജിങ്ഷിയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും. അങ്ങനെ നീ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് സീനിയേഴ്സ് ഒക്കെ ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ വെക്കാന്ന് പറഞ്ഞ് ഇവനൊന്ന് പങ്കെടുക്കാൻ പറയുമ്പോൾ ജിങ്ഷിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനും ഇവിടെ പോയാൽ നിന്നെ ഗ്രേസ് മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞേക്കും. അങ്ങനെ അതുകൊണ്ട് അവനും എങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരാന്ന് പറഞ്ഞ് ഇവളെ ക്ലബിന്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവൾ അവളുടെ റൂംമേറ്റ് ആയിട്ടൊക്കെ നിങ്ങളൊക്കെ എനിക്ക് ചെലവേണെന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിച്ചുകൊണ്ട് വരുമ്പം അവിടേക്ക് ഇവളുടെ സീനിയർ വന്നിട്ട് നിനക്ക് ചെലവിന് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെലവേന്ന് പറയും. അതിനുശേഷം അവളും ഞാൻ ചുമ്മാ തമാശയ്ക്ക് അവരോട് സംസാരിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് ഇവനിപ്പോ എന്തോ ഇവിടെ ചോദിക്കുമ്പോൾ അവൻ ഇവള് ക്ലബ്ബ് ചൂസ് ചെയ്യാൻ പോണേ, എങ്കിൽ പിന്നെ ഞാൻ ക്ലബ്ബ് കാണിച്ചാലെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം ഇവർ ഓരോ ക്ലബ്ബൊക്കെ നോക്കുമ്പോഴാണ് അവൾ ഏത് ക്ലബ്ബായാലും കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ സ്പോർട്സ് ക്ലബ്ബിൽ ചേരാൻ ഈസിയാന്ന് പറഞ്ഞിട്ട് ഇവളത് ചേരാൻ താല്പര്യമാണോ ചോദിക്കുമ്പോൾ ഇവള് എനിക്ക് മാർഷ്യൽ ആർട്സ് ഒക്കെ അറിയാം അതുകൊണ്ട് അതിൽ ചേരും നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവള് ചെന്നങ്ങ് പേര് കൊടുക്കും. അതേസമയം ഇവിടെ ജിങ്ഷിയും ഇവൻ ആ സീനിയറിന്റെ കൂടെ അവിടെ ചെന്നിട്ട് എപ്പോഴും ഹുവാനെ കുറിച്ചായിരിക്കും ആലോചിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവള് ക്ലബ്ബിലൊക്കെ ജോയിൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഡൂവയും വന്ന് ഇവൻ ഈ കോമ്പറ്റീഷന് പോകാൻ താല്പര്യമുണ്ട് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അവനാണ് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞുവിടാൻ നോക്കുമ്പോൾ ഇവൾ അവന്റെ ഫോം വാങ്ങിച്ച് അവളുടെ ഫോൺ നമ്പർ അങ്ങ് അടിച്ചു കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരൻ ഷൗവിയാണ് എന്റെ പൊന്നളിയാ നിനക്ക് ലക്കാൻ തോന്നുന്നു, പയ്യന്മാരിലെ ഇവളുടെ പുറയില്ല പക്ഷെ അവൾ നിന്റെ പുറയിലാണല്ലേ. ഏതിന് ഇവനും കളിയാക്കുമ്പോൾ അവനെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ ശീശിയും അവളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുമ്പോഴാണ് മറ്റേ ക്ലാസ് ലീഡർ ഇവളോട് പറഞ്ഞേക്ക് ഓർമ്മ വരും സമയം കിട്ടുമ്പോഴൊക്കെ സോങ്ങിനോട് ചെന്ന് സംസാരിച്ചു നോക്കാൻ, അങ്ങനാണെങ്കിൽ ഇവർ തമ്മിൽ ക്ലോസ് ആകത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് അവളും പെട്ടെന്ന് സോങ്ങിനെ കാണാൻ വേണ്ടി ചെല്ലും. ഇതേ സമയം ഇവിടെ ജിങ്ഷി അവന്റെ കൂട്ടാനായിട്ട് ആ ക്ലബ്ബ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ഹുവാനാൻ ഇവനെ കണ്ടിട്ട് ഇവൻ അത്രയും പെട്ടെന്ന് വന്നോന്ന് ചോദിക്കും. അപ്പോഴാണ് ജിങ്ഷിയും ഞാൻ നിനക്ക് അയച്ച മെസ്സേജ് നീ കണ്ടില്ലെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ അവളും കുറച്ച് ബിസി ആയിരുന്നു പറയും. അപ്പോഴാണ് ഇവരെ കാണുന്ന ജിങ്ഷിയാണ് കുറച്ച് ജലസ് ആയിട്ടിരിക്കും. കാരണം ആ സീനിയറിന് അവളോട് ഒരു ക്രഷ് ഉണ്ടെന്ന് ഇവന് മനസ്സിലായി. അങ്ങനെ അതിനുശേഷം ഇവൾ തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് ആ സീനിയർ ചുമ്മാ ആരെയും സഹായിക്കത്തില്ല പക്ഷെ നിന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവൻ നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഹുവാനെ പറഞ്ഞ് മനസ്സിലായിക്കൊണ്ടിരിക്കും. പക്ഷെ അവളാണിത് വലിയ കാര്യമായിട്ട് എടുക്കാതെ അവൻ ഞങ്ങളുടെ പഴയ സ്കൂളിൽ പഠിച്ച അതുകൊണ്ടാ സീനിയർ എന്നെ മാത്രം ഇങ്ങനെ സഹായിച്ച. എന്നിന് ഇവള് റീസൺ പറയുമ്പം അവർ
അവരാരും അത് വിശ്വസിക്കാതെ അതൊക്കെ നീയായിട്ട് വിചാരിക്കുന്ന കള്ളവാഹുവാന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ ഇവർ മൂന്നുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ 4ാമത്തെ റൂംമേറ്റ് അവിടേക്ക് വന്നിട്ട് വീണ്ടും AC അങ്ങ് ഓഫ് ചെയ്തിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് ഇത് കാണുന്ന ശൗലിയാണ് ദേഷ്യത്തി, നീ ഇപ്പൊ എന്തിനാണ് AC ഓഫ് ചെയ്ത? എന്നിട്ട് അവളും ചോദിക്കുമ്പോൾ ഇവളുടെ മറ്റേ റൂംമേറ്റും ഇപ്പൊ വലിയ ചൂടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അതുകൊണ്ട് ഓഫ് ചെയ്തെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവളും എങ്കിൽ പിന്നെ ഞങ്ങളോട് ചോദിച്ചിട്ട് വേണ്ട ഇതൊക്കെ ഓഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിനക്ക് പൈസ ഇല്ല ഞാൻ തന്നെ പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ ആ AC റിമോട്ട് അങ്ങ് എടുക്കും. അങ്ങനെ അതുകൊണ്ട് ഇവർ തമ്മിൽ തർക്കമാകുമ്പോഴാണ് അവസാനം ശൗലിയും ദേഷ്യത്തി നീ കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ ചൂട് അനുഭവിക്കണം എന്ന് പറഞ്ഞ് അവളങ്ങ് ചൂടാകും. അതിനുശേഷം ഇവരൊക്കെ സമാധാനപ്പെടുത്താൻ നോക്കുമ്പോൾ ശൗലി നിങ്ങൾ തന്നെ ഈ ചൂടിനകത്ത് കിടന്നെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷീഷാന് ഹുവാനെ ഫോൺ വിളിച്ചിട്ട് ഇവളുടെ കോളേജൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹുവാൻ ഇപ്പോഴാണ് വിളിക്കാൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഷീഷയും സോങ്ങിനെ കാണാൻ വേണ്ടി വന്നേക്കുക. അതുകൊണ്ട് അവനിപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അവൻ വന്നെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് ഹുവാനും ആര് വന്നെന്ന് പറഞ്ഞിട്ട് അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ അതിനുശേഷം സോങ് ഇവിടെ വെച്ച് അവളെ കണ്ടുമുട്ടുമ്പോഴാണ് ഇവനാണ് ആകെ മൊത്തം ഷോക്കായിട്ട് ഇവളെങ്ങനെ ഇവിടേക്കൊന്നും ജയിക്കും. അപ്പോഴാണ് അവളും എന്തോ അമ്മ രണ്ടും ഒരേ സ്ഥലത്തിലല്ലോ പഠിക്കുന്നത്, എന്നിട്ട് അടുത്തുള്ള കോളേജിൽ ഞാൻ വന്നൂടെ. ഏതിന് അവനെ ചുമ്മാ തമാശയെ കളിയാക്കൊണ്ട് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇപ്പൊ അവന് ക്ലാസ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇവളോട് ആ കാര്യം പറയുമ്പോൾ അവൾ എങ്കിൽ പിന്നെ നമുക്ക് സിനിമയ്ക്ക് പോയാലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കോളേജിലെ ആ സ്ക്രീനുള്ള സ്ഥലത്തേക്ക് വിളിച്ചോണ്ടാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ആ ശരി ഞാൻ വിളിച്ചോണ്ടോ. ഏതിന് അവളുടെ കൂടെ സിനിമ കാണാൻ വേണ്ടി പോകും. ഇതേ സമയം ഇവിടെ ഷവ്യും അവൻ കുറച്ച് ജിമ്മൊക്കെ ആയതുകൊണ്ട് ജിങ്ഷിയോട് സംസാരിച്ചോണ്ട് അവന്റെ പ്രോട്ടീൻ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ജിങ്ഷി ഇവിടുത്തെ ടോപ്പർ ആയതുകൊണ്ട് ആ സീനിയർ ഡൂവയ്ക്ക് ഇവനോട് ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ് ഷവ്യു ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജിങ്ഷിക്കാണെന്ന് മനസ്സിലാവാതെ മാർക്കുണ്ടെന്ന് പറഞ്ഞ് എന്നെയൊക്കെ ഇഷ്ടപ്പെടാൻ അവൾക്കെന്താ വട്ടാണെന്ന് പറഞ്ഞ് ഇവന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷവ്യു ഉള്ള പ്രോട്ടീനെല്ലാം എടുത്തിട്ട് അവസാനം ഇവന്റെ അരിക്കുന്ന ബീഫ് മാത്രം ഇങ്ങനെ എടുത്തു കൊടുക്കും. അപ്പോഴാണ് ഇതിന്റെ ജിങ്ഷിയാണ് എടാ തേങ്ങാത്തലയാ, എനിക്ക് മാത്രമേ പ്രോട്ടീൻ വേണ്ട, ഉള്ള കൊഴുപ്പല്ല എന്റെ അകത്ത് നീ എടുത്തിടുവാണല്ലേ. ഏതിന് അവർ രണ്ടുപേരും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ സിനിമ കാണാമെന്ന ഷീഷയാണ് സോങ്ങിനോട് ചോദിക്കും ഇവ സാധാരണ പഠിത്തമല്ലാതെ വേറെ എന്തോ ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് സോങ്ങും പഠിത്തമല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല, എനിക്ക് ബോറടിക്കുമ്പോൾ ഞാൻ പഠിക്കത്തേ ഉള്ളൂ. ഏതിന് ഇവനും പറഞ്ഞ ഉടനെ അവളാണ് അധികമായിട്ട് ഷോക്കായിട്ട് സിനിമയിലെ റൊമാൻറ്റിക് ഡയലോഗൊക്കെ അവളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. മനുഷ്യരുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 ഡിഗ്രി കൂടുവാണ് റൊമാൻസ് ഒന്നെന്നാണ് അർത്ഥം. ഏതിന് ഇവളും പറയുമ്പം ഇത് കേട്ട് അവനാണ് ഷീഷി 2 ടെമ്പറേച്ചർ കൂടുവാണ് അവർക്ക് കട്ട ഫീവർ ആയിരിക്കും. ഏതിന് ഇവനും പറയുമ്പം അവളാണ് ചിരിച്ചിട്ട് ഞാനിവിടുത്തെ ഇമോഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനിവിടെ ഡോക്ടറായ ഏതിന് അവനായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ശീശിക്ക് സോങ്ങിന് ഇഷ്ടപ്പെടാനുള്ള കാര്യം ഇവൾ ആദ്യമായിട്ട് എഴുതിയപ്പോ ടീച്ചറാണ് റിജക്ട് ചെയ്താണ്. പക്ഷെ സോങ് ആണ് ഇത് കണ്ടിട്ട് അവനിത് ഇഷ്ടപ്പെട്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾക്ക് ഇവനോട് ക്രഷ് തുടങ്ങി. അങ്ങനെ ആ കാര്യം ഇപ്പൊ ഇവനോട് പറയുമ്പോൾ ഇവൻ എനിക്കത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ശീശിയും ഇവനിപ്പോ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടെന്ന് ഇവനെ ശല്യപ്പെടുത്താണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന് പഠിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളു, എന്തും പറഞ്ഞ് ഫുൾ ഡേ കുത്തിരുന്ന് പഠിക്കത്തൊന്നില്ലെന്ന് പറഞ്ഞ് ഇവന് കറങ്ങാനൊക്കെ സമയമുണ്ടെന്ന് പറയും. അപ്പോഴാണ് അവൾ സന്തോഷത്തി എങ്കിൽ പിന്നെ ഇനിയും പുറത്തേക്കൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ സോങ് അവന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് അവൻ ഇപ്പോഴും ഈ കോളേജ് ടോപ്പർ പയ്യൻ ഇവന്റെ റൂമിലേക്ക് വരാത്തോണ്ട് ഇവൻ അവനെ തന്നെ ആലോചിച്ച് ഇവിടെ ടെൻഷനായിട്ടിരിക്കും. കാരണം ഈ കോളേജ് വന്നതിന് ശേഷം സോങ്ങിനെ കൊണ്ട് ക്ലാസ് ടോപ്പ് ആക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതുകൊണ്ട് അവന് സങ്കടത്തി അതൊക്കെ ആലോചിച്ചോണ്ട് കടന്നുറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ സ്പോർട്സ് ക്ലബിലാണ് നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടി പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ലീഡർ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവരെല്ലാം പേടിച്ചിട്ട് ഞങ്ങളൊന്നും പെർഫോമൻസ് ചെയ്യാനില്ലേ എന്ന് പറഞ്ഞിട്ട് ഫേസ് ഒന്നും കാണിക്കത്തില്ല. അപ്പോഴാണ് ക്ലബ് ലീഡറും എങ്കിൽ പിന്നെ ഞാൻ തന്നെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം തന്നെ ഹുവാനെ ചൂസ് ചെയ്യും. അങ്ങനെ ഹുവാന് മാർഷ്യൽ ആർട്സ് ഒക്കെ അറിയാന്നുണ്ട് ഇവളത് പെർഫോമൻസ് ആയിട്ട് ചെയ്ത് കാണിക്കാൻ പറയുമ്പോൾ അവൾ അതൊക്കെ പഠിച്ചിട്ട് ഞാൻ കുറെ ആയെന്ന് പറഞ്ഞിട്ട് അവൾ പറ്റത്തില്ലെന്ന് പറയും. അതിനുശേഷം ഇവെല്ലാം ഫോഴ്സ് ചെയ്ത് അവളെ സമ്മതിപ്പിക്കുമ്പോഴാണ് ജിങ്ഷിയാണ് പ്രാക്ടീസിന് ഞാൻ നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവളും കുറച്ച് ട്രെയിനിങ് ഒക്കെ ചെയ്ത് ലേറ്റായിട്ട് ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ റൂംമേറ്റ് ഷൗലിയും മറ്റവൾ എപ്പോൾ നോക്കിയാലും AC ഓഫ് ചെയ്യുന്നുണ്ട് ഇവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അടുത്തൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകാൻ പറയും. അങ്ങനെ അതിനുശേഷം ഹുവാന് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇവളുടെ മറ്റേ കൂട്ടുകാരി ഹുവാങ്ങും എനിക്ക് എന്തോന്നൊരു പിടിയില്ലെന്ന് പറഞ്ഞിട്ട് മറ്റവൾ AC ഓഫ് ചെയ്തുകൊണ്ട് ഇവർ സൈലന്റ് ആയിട്ടിരിക്കും. കാരണം ആ കൊച്ചു ഇവരോട് അധികം സംസാരിക്കത്തൊന്നുമില്ല. അപ്പോഴാണ് ഇവരുടെ വാർഡൻ ചെക്ക് ചെയ്യാൻ വരുന്ന അറിഞ്ഞ ഉടനെ പെട്ടെന്ന് ഇവർ രണ്ടുപേരും കൂടി പേടിച്ചിട്ട് മറ്റേ ഷൗലി ഉറങ്ങുന്ന പോലെ ഒരു പാവക്കുട്ടി എടുത്ത് അവിടെ വയ്ക്കും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന വാർഡനും ഇവരുടെ അറ്റൻഡൻസ് എടുക്കുമ്പോഴാണ് ഇവരെല്ലാം മറ്റുള്ള ഇവിടെ ഉള്ള പോലെ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവർക്കാണ് സംശയം വന്ന് ആ പ്ലേസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അവിടെ പാവക്കുട്ടി ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ അതുകൊണ്ട് അവരാണ് ദേഷ്യത്തി നിങ്ങൾക്കൊക്കെ C മാർക്ക് കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അതേസമയം ഇതെല്ലാം ആ AC ഓഫ് ചെയ്ത പെങ്കൊച്ചും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അവൾക്ക് അധികം ഒരു ചെറിയ കുറ്റബോധമുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം ഇവരും ക്ലാസ് ഇരിക്കുമ്പോഴാണ് ഹുവാനാണ് ഇന്നലെ ഷൗലി ഹോട്ടലിൽ പോയതുകൊണ്ട് അവൾ ഇന്ന് ക്ലാസ് വരത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അറ്റൻഡൻസ് അറിയാൻ വേണ്ടി ഇവരും കുറച്ച് ഐഡിയ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന സാറാണ് ഹുവാൻ ഇവിടുത്തെ നോട്ടപ്പുള്ളി ആയതുകൊണ്ട് ആദ്യം തന്നെ ഇവരുടെ 3 പേർ അറ്റൻഡൻസ് ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ട് ഷൗലിയുടെ അറ്റൻഡൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് പുറയെന്നാണ് ഇവരുടെ മറ്റേ റൂംമേറ്റും ഷൗലിക്ക് പകരം അറ്റൻഡൻസ് ഇട്ട് കൊടുക്കും. പക്ഷെ അവളുടെ പേര് വിളിക്കുമ്പോൾ അവൾ
അറ്റൻഡൻസ് ഇടത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഹുവാനും മറ്റോളും കൂടെ ഇവളെ നോക്കുമ്പോഴാണ് ഇവൾ ഇന്നലെ ഞാൻ കാരണമല്ല അവള് പുറത്തേക്ക് താമസിച്ചെന്ന് പറഞ്ഞ് അതിന് വരെ ഇപ്പൊ ഈ സഹായം ചെയ്തെന്ന് പറയും. കൂടാതെ ഇനി ഇവരെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവള് റൂം മാറാൻ വേണ്ടി വാർഡനോട് സംസാരിച്ചെന്ന് പറയും. അങ്ങനെ ഇതേട് ഹുവാനും നമുക്ക് സംസാരിച്ച് ഭക്ഷണമൊക്കെ തീർക്കാന്ന് പറയുമ്പോൾ ഇവളെനിക്ക് പഠിത്തം ആദ്യം വലുതെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഇതിന്റെ പുറയിൽ നിന്ന് പോകാമെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഹുവാൻ അവളുടെ റൂംമേറ്റ്സ് ആയിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഷൗലിയെ കണ്ടിട്ട് ഇവരും പറയും ഇന്നലെ അറ്റൻഡൻസ് എടുക്കാൻ വന്നപ്പോൾ ഇവൾക്ക് സീനായെന്ന്. പക്ഷെ അതിന് പകരം ഇന്ന് രാവിലെ ക്ലാസ് ഇവൾക്ക് മറ്റവൾക്ക് അറ്റൻഡൻസ് ആണെന്ന് അറിയും. കൂടാതെ അവൾ റൂം മാറാൻ പോകുന്ന ഇവളോട് അറിയുമ്പോൾ ഷൗലിയും മറ്റേ പെങ്കൊച്ചിനോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ അവൾ AC ഓഫ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കാതാണ് ഓഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് അത് കാരണം അവളോട് വെറുപ്പോന്നേന്ന് അറിയും. അങ്ങനെ ഇവര് മൂന്നുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ മറ്റേ റൂംമേറ്റും അവിടെ നിന്ന് ഫുഡ് സെർവ് ചെയ്യുന്നത്. കാരണം അവളുടെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവൾ അധികം AC ഒന്നും ഇടാത്ത, കാരണം അവളെ കൊണ്ട് പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവളെ കണ്ട് അവർ മൂന്നുപേരും കൂടെ എന്തോ അറിയാമെന്നറിയാതെ കുറച്ച് സൈലന്റ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഒന്ന് വേറൊരു പയ്യനാണ് എന്തുവാടി ഈ ഹോട്ടലിലെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് അവൻ ഇവളെ കുറെ ചീത്ത വിളിക്കും. അങ്ങനെ ഇതിനൊന്നും പൈസ ഒന്നും ഞാൻ തരത്തില്ലെന്ന് പറയുമ്പോഴാണ് ഇവരുടെ റൂംമേറ്റും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണോ പൈസ തരാതെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ കഴിച്ചതിന്റെ പൈസ തരാൻ വേണ്ടി പറയും. അങ്ങനെ അവർ തമ്മിൽ തർക്കം നടക്കുമ്പോഴാണ് ഇതേക്കുന്ന ഷൗലിയും നിനക്കെന്തോ കഴിച്ച പൈസ കൊടുക്കാൻ പോയി അത്രയല്ലേ ഉള്ളു, എങ്കിൽ പിന്നെ ഞാൻ കൊടുത്തോളാം, നീ അല്ലാതെ അവളെല്ലാം കുറ്റം പറഞ്ഞാല. എന്നിട്ട് ഇവരൊക്കെ അവരുടെ റൂംമേറ്റിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് അവന്റെ കൂടെ വന്ന ഒരുത്തനും അവന് ഹാർട്ട് ബ്രേക്ക് ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ എന്നറിഞ്ഞ് അവൻ ആ പൈസയൊക്കെ പേ ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവർ മൂന്നുപേരും കൂടെ മറ്റവളുടെ വർക്കിംഗ് ടൈം തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ ഒരുമിച്ച് സംസാരിക്കുമ്പോഴാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും. അങ്ങനെ ഷൗലിയും എനിക്കധികം AC ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ മറ്റവളാണ് എനിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവൾ റൂം മാറിക്കോളാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഇവരെല്ലാരും കൂടെ എങ്കിൽ പിന്നെ വേറൊരു സഹായം ചെയ്യും, നീ AC ഓഫ് ചെയ്യുന്നതിന് പകരം രാവിലെ ഞങ്ങൾക്ക് വേണ്ടി സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചാൽ മതി ക്ലാസ്സിൽ, എങ്കിൽ പിന്നെ അതൊരു സഹായത്തില്ല. എന്നിട്ട് ഇവരൊക്കെ കെഞ്ചുമിലാണ് അവസാനം അവളും ഇവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിന് ഓർത്തിട്ട് അവൾ റൂം മാറുന്നില്ലെന്ന് തീരുമാനം എടുക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവരെല്ലാം അവരുടെ ഫ്രണ്ട്ഷിപ്പ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കും. അങ്ങനെ അതുകൊണ്ട് 4 പേരുടെ കയ്യിലും ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളപ്പോഴാണ് എല്ലാവരും കൂടെ ഇത്ര എങ്ങനെ കഴിക്കുമെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ ഹുവാനും ഇതൊക്കെ ഞാൻ പട്ടിക്ക് ചെന്ന് കൊടുത്തരാന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് ഫുഡ് ജിങ്ഷിക്ക് വേണ്ടി കൊണ്ടുപോകും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഇവളാണ് പട്ടിക്ക് കൊടുത്താൽ ആ ഫുഡ് വേസ്റ്റ് ആയി പോകത്തില്ലെന്ന് പറഞ്ഞ് അതിലൊരുത്തും ചോദിക്കുമ്പോൾ മറ്റവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും പട്ടി എന്ന് ഉദ്ദേശിച്ച സാധാരണ അവൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പയ്യനായിരിക്കുമെന്ന്. അങ്ങനെ അതേപോലെ തന്നെ ഇവിടെ ജിങ്ഷിക്കാണ് ആ ഫുഡെല്ലാം കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത്. അങ്ങനെ അതിനുശേഷം അവനും നീ ഇതിനകത്തെല്ലാം പോയിസൺ ചെയ്തിട്ടുണ്ടോന്ന് അറിഞ്ഞിട്ട് അവൻ അതൊക്കെ എടുത്ത് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഹുവാനും അവളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ചാറ്റ് ചെയ്തോണ്ടിരിക്കും ഇവളുടെ അടുത്തോണ്ടുന്ന ഫുഡെല്ലാം പട്ടി ഇപ്പം നല്ല രീതിയിൽ കഴിച്ചോണ്ടിരിക്കുവാന്ന്. അങ്ങനെ അതും പറഞ്ഞ് ഇവള് ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ജിങ്ഷി നിനക്ക് പ്രാക്ടീസ് സമയമായെന്ന് പറഞ്ഞിട്ട് അവനും കൂടെ വരാൻ പറയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന മറ്റേ സീനിയർ ഡൂവയും ഇവർ ഈ തവണ വരാൻ വന്ന ഫംഗ്ഷന് പങ്കെടുക്കണമെന്ന് പറയും. അതുകൊണ്ട് ഇവള് മാർഷ്യൽ ആർട്സിന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആ കാര്യം അറിഞ്ഞ് ജിങ്ഷിയാണ് ദേഷ്യത്തി ഞങ്ങൾ മാത്രം കോമ്പറ്റീഷന് പങ്കെടുക്കാതെ നോക്കി നിൽക്കുമെന്ന് പറഞ്ഞ് ഇതിനുവേണ്ടി ഹുവാൻ കുറെ കഷ്ടപ്പെടണമെന്ന് അറിയും. പക്ഷെ അവളാണ് അവളുടെ അടുത്ത് തീരുമാനിച്ച് ഉറച്ചു നിൽക്കും ഈ കാര്യത്ത് മാർഷ്യൽ ആർട്സ് ഒന്നും ആർക്കും വേണ്ടെന്ന്. അതുകൊണ്ട് ബോർ പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ കോളേജ് നടക്കാൻ പോകുന്ന ഫംഗ്ഷന് ഇവളുടെ കൂടെ ഹോസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരാളെ വേണമെന്ന് പറയും. അങ്ങനെ അതിന് ജിങ്ഷി വിളിക്കുമ്പോഴാണ് അവന് ഞാൻ എന്തിനു പറഞ്ഞെന്ന് പറഞ്ഞ് അവനും പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇതേക്കുന്ന അവന്റെ ക്ലബ് ലീഡറും എടാ ജിങ്ഷി നീ ഒന്ന് പോടാ, നമ്മുടെ ക്ലബ്ബിൽ നിന്ന് ആരെങ്കിലും പോയാൽ പറ്റത്തുള്ളൂ. രണ്ടുപേരും കൂടെ പറയുമ്പോൾ ഇവനും പറ്റത്തില്ലെന്ന് നിൽക്കും. അപ്പോഴാണ് ഇതേക്കുന്ന ഹുവാനാണ് എന്തായാലും വേറെ നമുക്ക് പണിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനെ പോകാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ടായിരിക്കും ജിങ്ഷി അവസാനമായിട്ട് അവളുടെ കൂടെ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ഇവിടെ ക്ലബ് ലീഡറാണ് ദേഷ്യത്തി മോളെ ഹുവാൻ നീ ഒന്നും വിഷമിക്കണ്ട, അവൾ പെർഫോമൻസ് ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് പെർഫോമൻസ് വയ്ക്കാം, അവൾ ആരാ പറയാൻ, നമ്മളെ സ്റ്റേജ് നമ്മളതിനെ റെഡിയാക്കും. എന്നിട്ട് ഇവനും കുറച്ച് ധൈര്യത്തി അവളെ എതിർത്തന്നെ സംസാരിച്ചോണ്ടിരിക്കും. കാരണം ഡൂവയുടെ എക്സ് ആണ് ഇവൻ, അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ തർക്കം വന്നോണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ മറ്റേ സീനിയർ ഡൂവയും ജിങ്ഷിയെ വിളിച്ചോണ്ട് പോയിട്ട് ഇവന് വരാൻ വന്ന ഫംഗ്ഷൻ ഇടാൻ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞ് ഇവന്റെ അളവൊക്കെ അളന്നോണ്ടിരിക്കും. പക്ഷെ അവൾ അതൊക്കെ ചെയ്യുന്ന ഇവന്റെ അടുത്ത് കുറച്ച് ക്ലോസ് ആകാൻ വേണ്ടിയാ. അങ്ങനെ അവൾ റൊമാൻറ്റിക് ആയിട്ട് ഇവന്റെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ അവന് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഇവളുടെ അടുത്ത് കുറച്ച് സംസാരിക്കണമെന്ന് അറിയും. അതിനുശേഷം അവനും മാർഷ്യൽ ആർട്സ് ഒക്കെ പഴയതാണെങ്കിലും അതിനുവേണ്ടി ഹുവാൻ കുറെ കഷ്ടപ്പെടണമെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് അതോർത്തെങ്കിലും പെർഫോമൻസ് വയ്ക്കാൻ വേണ്ടി ഇവളോട് അവൻ ചോദിച്ചു നോക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.